നമ്മൾ ആ പ്രൊമോയിൽ കണ്ട അടിയും വഴക്കും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ഒരു റോബോയാണ്. റോബോയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഒന്നുമില്ല, ആരോടും ഒരു ഫീലിങ്സ് തരേണ്ട ആവശ്യമില്ല. ഇപ്പം ഓണറാണെങ്കിൽ പോലും അതിന് പ്രത്യേകിച്ചൊരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. അത് പറയുന്ന കമാൻഡുകൾ അനുസരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് ആരോടും ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. അപ്പം ഈ റോബോയെ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു അതിഥികൾക്ക് അതിഥികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം അതിഥി പറഞ്ഞിരിക്കുന്നത് ഡാൻസ് കളിക്കണം, ആ ഡാൻസ് കാണാൻ വേണ്ടി ഈ ഹോട്ടലിൻ്റെ ഓണേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വിളിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റോബോയ്ക്ക് അതനുസരിച്ചേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ അതിഥികൾ ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്കാരും സ്വാഭാവികമായിട്ടും അതിഥികളുടെ സന്തോഷം നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കുന്നത് ഇവർ ഈഗോയാണ് ഇവർക്കുള്ളത്. ജാസ്മിൻ വന്ന് പറയുമ്പോൾ അൻസിബയും അതുപോലെ റെസ്മിനൂടെ കളിയാക്കി വിടുക ചെയ്യുന്നത്. റോബോ ഇപ്പോൾ പിരിച്ചു വിടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, റോബോയുടെ സ്വിച്ച് മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിഷേകമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ കളിയാക്കുന്നത് നമ്മുടെ അൻസിബയാണ്. അൻസിബ ഒരുമാതിരി പുച്ഛം കളയുന്ന രീതിയിൽ അങ്ങ് കളിയാക്കി അങ്ങ് താറടിക്കുകയാണ്. ചെന്ന് ശ്വേതയോട് പറയും അവർ വരത്തില്ലെന്ന്. നമ്മുടെ പവർ ടീമാർ വരില്ലെന്ന് പറയുമ്പം ശ്വേത പറയും പറ്റില്ല, ഓണേഴ്സ് വന്നേ പറ്റത്തുള്ളൂ, റോബോയ്ക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. അതനുസരിച്ച് ചെയ്യാനാണ് പറയുന്നത്. അതെന്തായാലും ശ്വേത പറയുന്നത് എന്തായാലും നമ്മുടെ റോബോയ്ക്ക് കേട്ടേ പറ്റൂ. കാര്യം അവിടുത്തെ അതിഥിയാണ് ഇപ്പോഴത്തെ ഈ ഓണേഴ്സിൻ്റെ കാര്യം മുമ്പിൽ നിൽക്കുന്നത്. അതിഥികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും നിൽക്കേണ്ടത്, ഈ പറഞ്ഞ ഓണേഴ്സ് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് കേട്ടുകൊണ്ട് ഈ കുറച്ച് പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാത്തതിൻ്റെ ആ ഒരു പേരിൽ ഇവർ ഗ്യാസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പിൽ, അതങ്ങ് ഓഫ് ചെയ്യും. ആ ഓഫ് ചെയ്യുമ്പോഴത്തേക്കുമാണ് അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ കാണിക്കുന്നില്ല, ലൈവിൽ എപ്പിസോഡിൽ മാത്രമായിരിക്കും കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഉന്തും തള്ളിൽ നമ്മൾ റോബോയുടെ അതായത് ജാസ്മിന് തലയിരുന്ന കിരീടമൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. ഇവിടെ 100% ശരി ജാസ്മിൻ്റെ ഭാഗത്താണ്. കാര്യം ജാസ്മിൻ ഇവിടെ ഒരു റോബോയാണ്, റോബോയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗും ഇല്ല. അവിടെ ഓണർ ആണെങ്കിലും അത് വേറെ ആരെങ്കിലും ആണെങ്കിലും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതായത് ആ റോബോയ്ക്ക് ഒരു കാര്യം അസംബിൾ ചെയ്ത് കൊടുക്കുമല്ലോ, ആ കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഈ ഗസ്റ്റുകളെ അനുസരിക്കുക എന്നത് തന്നെയാണ്. ഗസ്റ്റ് പറയുന്നത് നമ്മുടെ ജാസ്മിൻ കേട്ടു. ആ ജാസ്മിൻ വന്ന് ഓണേഴ്സിനോട് പറഞ്ഞു. ഓണേഴ്സ് ഒരു ഹോട്ടൽ നടത്തുന്ന ഓണേഴ്സിന് താൽക്കാലികമായി ഉണ്ടാകുന്ന വിവരവും ബോധമൊന്നും ഈ പറഞ്ഞ BB ഹൗസിൽ ആർക്കും ഇല്ല കേട്ടോ, ഓണേഴ്സിനില്ല. അവർക്ക് ഈ സ്വന്തം യുഗം മാത്രമേ ഉള്ളൂ, ഭയങ്കര യുഗമാണ് അവർ. ഈ വരുന്ന അതിഥികളെക്കാൾ വലിയ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ നമ്മുടെ ഓണേഴ്സ്. അവരതുകൊണ്ട് അതിഥി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും വന്നില്ല. പക്ഷെ നോറ വന്നിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വേതാമേനോൻ പറയുന്നത് നോറ കേട്ടു നമ്മുടെ ജാസ്മിനോട്. അതുകൊണ്ട് തന്നെ നോറ വന്ന് ലിവിങ് ഏരിയ ഇരുന്നു. പക്ഷേ മറ്റുള്ള ഈ 3 പേരും വന്നിരുന്നില്ല. നമ്മുടെ അഭിഷേക് അതുപോലെ തന്നെ നമ്മുടെ അൻസിബയും റസ്മിനും ഇവർ ഭയങ്കര കളിയൊക്കെ വരുന്നു. ഏറ്റവും കൂടുതൽ അൻസിബ ഭയങ്കര സംഭവമാണെന്ന് അൻസിബയുടെ വിചാരം. ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമേ അറിയൂ. ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അൻസിബ. അതൊരു കാര്യമുണ്ട്, ഈ ഒരു പ്രശ്നം വലുതായല്ലോ. വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യും, അതൊക്കെ ഓർത്തിട്ടാണ് കരയുന്നത്. എന്നിട്ട് ഭയങ്കരമായിട്ട് വിങ്ങി കരയുക, എന്തോ വലിയ സംഭവം പോലെ. എന്നിട്ട് നമ്മുടെ ശ്വേതാമേനൊക്കെ ആശ്വസിപ്പിക്കുന്നു, ഒന്നും പറയാനില്ല. കാര്യം എന്തോ പറയാനാ, ഏറ്റവും കൂടുതൽ അവിടെ പാഷാണം കലക്കി കൊടുത്ത് നമ്മുടെ അൻസിബ തന്നെയാണ്. അത് തലയിൽ കിടന്നിട്ടാണ് നമ്മുടെ റെസ്മിൻ ഉൾപ്പെടെ എല്ലാവരും ജാസ്മിനെതിരെ ഗെയിം കളിക്കുന്നത്. അതൊക്കെ പുറത്തേക്ക് വരുമല്ലോ എന്ന് ഓർത്തുള്ള കാര്യത്തിന് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ റെസ്മിനെയും ജാസ്മിനെയും. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.